നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബംഗളൂരുവിൽ ക്രൂരമർദ്ദനത്തിനിരയായി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന തളിക്കുളം സ്വദേശിനി മരിച്ചു. നാട്ടികയിൽ 6.5 കിലോ കഞ്ചാവും മാരകായുധങ്ങളും പിടികൂടിയ കേസിൽ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തു. നാട്ടിക മണ്ഡലം LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് LDF പ്രവർത്തകർ തൃപ്പയാറിൽ പ്രകടനം നടത്തി. സംസ്ഥാനത്തെ UDFന്റെ ചരിത്ര വിജയത്തിൽ ആഹ്ലാദം പങ്കുവച്ച് UDF ചാഴൂർ പഞ്ചായത്ത് കമ്മിറ്റി ആഹ്ലാദ പ്രകടനം നടത്തി. വാർത്തകൾ വിശദമായി. ബംഗളൂരുവിൽ ക്രൂരമർദ്ദനത്തിനിരയായി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന തളിക്കുളം സ്വദേശിനി മരിച്ചു. വാടാനപ്പള്ളി പത്താങ്കല്ല് സ്വദേശിനി 47 വയസ്സുള്ള സുനിതയാണ് മരിച്ചത്. ബംഗളൂരുവിൽ തെരുവു നായ്ക്കൾക്കായി ഷെൽട്ടർ ഹോം നടത്തുന്ന മലയാളി ദീപക് കൃഷ്ണനാണ് സുനിതയെ ക്രൂരമായി മർദ്ദിച്ചത്. ഞായറാഴ്ചയായിരുന്നു സുനിതയ്ക്ക് മർദ്ദനമേറ്റത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച രാത്രിയാണ് മരണം. തലച്ചോറിന് ഗുരുതര പരിക്കേറ്റ നിലയിലായിരുന്നു. ലൈംഗികാതിക്രമത്തിന് ഇരയായെന്നും FIR-ൽ പറയുന്നു. വാടാനപ്പള്ളിയിൽ തെരുവു നായ്ക്കൾക്കായി ഷെൽട്ടർ ഹോം നടത്തുന്ന സുനിത പത്രപരസ്യം കണ്ടാണ് ബാംഗ്ലൂരിലേക്ക് പോയത്. സഹോദരിയുടെ മകളും കൂടെ ഒരു തൃശൂർ സ്വദേശിനിയും ഒപ്പമുണ്ടായിരുന്നു. ദീപക് കൃഷ്ണന്റെ പെരുമാറ്റത്തിലെ പ്രശ്നങ്ങളും മദ്യപാനവും കാരണം ജോലി നിർത്തിപ്പോവുകയാണെന്ന് ദീപകിനോട് സുനിത പറഞ്ഞിരുന്നു. കൂടുതൽ പണം വാഗ്ദാനം ചെയ്തെങ്കിലും സുനിത സമ്മതിച്ചില്ല. ഇതേ തുടർന്നായിരുന്നു മർദ്ദനമെന്ന് പറയുന്നു. മാസം 40,000 രൂപ നൽകാമെന്ന് പറഞ്ഞാണ് ഇയാൾ സുനിതയെ ജോലിക്കായി വിളിച്ചതെന്ന് ഭർത്താവ് സിൻഡോ പറഞ്ഞു. 14 ദിവസം മുമ്പായിരുന്നു സുനിത ബാംഗ്ലൂരിലേക്ക് പോയത്. നാട്ടികയിൽ 6.5 കിലോ കഞ്ചാവും മാരകായുധങ്ങളും പിടികൂടിയ കേസിൽ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തു. വലപ്പാട് കഴിമ്പ്രം സ്വദേശി തോട്ടാരത്ത് വീട്ടിൽ നന്ദുകൃഷ്ണനാണ് തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിലായത്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മീൻപിടുത്തക്കാരൻ എന്ന വ്യാജേന കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന നാട്ടിക ബീച്ച് സ്വദേശി പുഞ്ചപ്പാടത്ത് വീട്ടിൽ വിഷ്ണുവിനെ വൻ ലഹരി മരുന്ന് ശേഖരവുമായി മാർച്ച് 9-ന് തൃശൂർ റൂറൽ പോലീസ് പിടികൂടിയിരുന്നു. വിഷ്ണുവിന്റെ വീടിന്റെ ടെറസിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു 6.5 കിലോ കഞ്ചാവും 5 വടിവാളുകൾ, കത്തി, എയർഗൺ, ഡിജിറ്റൽ ത്രാസ് എന്നിവ കണ്ടെടുത്തത്. നാട്ടിലെ തോടുകളിലും കുളങ്ങളിലും മീൻ പിടിക്കാനെന്ന മട്ടിൽ പോയി ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ വെച്ച് കഞ്ചാവ് കൈമാറുകയായിരുന്നു. ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് ടീമും വലപ്പാട് പോലീസും ചേർന്ന് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് സംഘം കുടുങ്ങിയത്. ഈ കേസിൽ വിഷ്ണുവിനെ കഞ്ചാവ് എത്തിച്ച് നൽകിയിരുന്ന വലപ്പാട് സ്വദേശി പണിക്കവീട്ടിൽ മുഹമ്മദ് ഷൈജി എന്നയാളെ മാർച്ച് 14-ന് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ വലപ്പാട് പോലീസ് സ്റ്റേഷൻ SHO K അനിൽകുമാർ, SI എബിൻ, CPOമാരായ ശ്രാവൺ, വിവേക്, ആദർശ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. നാട്ടിക മണ്ഡലം LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് LDF പ്രവർത്തകർ തൃപ്രയാറിൽ പ്രകടനം നടത്തി. നാട്ടിക സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പോളി ജംഗ്ഷനിൽ സമാപിച്ചു. LDF നേതാക്കളായ CS മണി, KB ഹംസ, MR ദിനേശൻ എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാനത്തെ UDFന്റെ ചരിത്ര വിജയത്തിൽ ആഹ്ലാദം പങ്കുവച്ച് UDF ചാഴൂർ പഞ്ചായത്ത് കമ്മിറ്റി ആഹ്ലാദ പ്രകടനം നടത്തി. ചാഴൂർ റോഡ് സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ചിറക്കൽ സെന്ററിൽ അവസാനിച്ചു. UDF നേതാക്കളായ ഷൈജു സായിറാം, ജോഷി ആലപ്പാട്ട്, KK രാജേഷ്, CM പരമശിവൻ, ജോൺ ജേക്കബ്, ബാബു ജോർജ്, അബ്ദുൾ സലാം കക്കേരി, ഷീമ ആന്റണി എന്നിവർ നേതൃത്വം നൽകി.
കേരള നിയമസഭയിൽ ചരിത്രത്തിലാദ്യമായി 3 സീറ്റുകൾ നേടിയതിൽ ആഹ്ലാദം പങ്കുവച്ച് BJP പ്രവർത്തകർ തൃപ്രയാറിൽ പ്രകടനം നടത്തി. തൃപ്രയാർ ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ്, ജനറൽ സെക്രട്ടറി ഷൈൻ നെടിയിരിപ്പിൽ, രശ്മി ഷിജോ, ഗോകുൽ കരിപ്പിള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. കയ്പമംഗലത്തെ വീടിനകത്തു നിന്ന് പുല്ലാനി മൂർഖനെ പിടികൂടി. കയ്പമംഗലം കരടിവളവ് സ്വദേശി കൈനപ്പറമ്പിൽ വേലായുധന്റെ വീടിനുള്ളിൽ നിന്നാണ് 2.5 അടിയോളം വലിപ്പമുള്ള പുല്ലാനി മൂർഖനെ പിടികൂടിയത്. ചൊവ്വാഴ്ച രാത്രിയിലാണ് വീടിനുള്ളിൽ പാമ്പിനെ കണ്ടത്. വീട്ടുകാരെ കണ്ടതോടെ മൂർഖൻ അലമാരക്കടിയിൽ ഒളിച്ചു. വാർഡ് മെമ്പർ ജിഷ ഉണ്ണി അറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി ഫോറസ്റ്റിന് കീഴിലുള്ള RRT അംഗം നൻസാരി കൂളിമുട്ടമെത്തി പാമ്പിനെ പിടികൂടി. UDFന്റെ ഉജ്ജ്വല വിജയത്തിൽ UDF പ്രവർത്തകർ ചന്ദ്രാപിനിയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. നേതാക്കളായ സജയ് വൈനപ്പള്ളി, ഉമറുൽ ഫാറൂഖ്, PD സജീവ്, EK മുഹമ്മദ് ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. വ്യാപാരിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കം. ചാവക്കാട് ഏനമാവ് റോഡിൽ ഷൂമാർട്ട് എന്ന പേരിൽ ചെരുപ്പ് കട നടത്തുന്ന വ്യാപാരിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മന്ദലാംകുന്ന് കുന്നത്തുപള്ളി റോഡിൽ വലിയകത്ത് വീട്ടിൽ 72 വയസ്സുള്ള അലിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ട്. ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് അയൽവാസികൾ നടത്തിയ അന്വേഷണത്തിലാണ് അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. ഭാര്യ പാത്തുമോൾ കുറച്ചു ദിവസമായി അവരുടെ പാലപ്പെട്ടിയിലുള്ള വീട്ടിലായിരുന്നു. ഇവർക്ക് മക്കളില്ല. ഇന്നുച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം നാട്ടുകാർ അറിയുന്നത്. വടക്കേക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മതിലകം കൂളിമുട്ടത്തെ വീടിന്റെ അടുക്കളയിൽ നിന്ന് പുല്ലാനി മൂർഖനെ പിടികൂടി. കൂളിമുട്ടം എമ്മാട് കാട്ടുപറമ്പിൽ സിദ്ദിഖിന്റെ വീടിനകത്ത് നിന്നാണ് മൂർഖൻ പാമ്പിനെ പിടിച്ചത്. ചൊവ്വാഴ്ച രാത്രിയിലാണ് മൂർഖൻ പാമ്പ് വീടിനുള്ളിൽ കയറിക്കൂടിയത്. വിവരമറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി ഫോറസ്റ്റിന് കീഴിലുള്ള RRT അംഗം അൻസാരി കൂളിമുട്ടം എത്തി പാമ്പിനെ പിടികൂടി. 5 അടിയോളം നീളമുള്ള മൂർഖൻ പാമ്പിനെ ഫോറസ്റ്റ് അധികൃതർ കൈമാറും. ചെറുതുരുത്തിയിലെ 1ാം ക്ലാസ്സുകാരി മരിച്ചത് പേവിഷബാധ മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ആരോഗ്യവകുപ്പ് പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി. കുട്ടിയുമായി സമ്പർക്കം പുലർത്തിയവർക്ക് കുത്തിവെപ്പ് നടത്തി. വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ വെട്ടിക്കാട്ടിരി സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു സൻഹ ഫാത്തിമയാണ് പേവിഷബാധ ലക്ഷണങ്ങളോടെ മരിച്ചത്. മരണസമയത്ത് വെള്ളത്തിനോട് കുട്ടിക്ക് കടുത്ത വിരക്തി അനുഭവപ്പെടുകയും വായിൽ നിന്ന് നുരയും പതയും വരികയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് സംശയം തോന്നിയ ആരോഗ്യവകുപ്പ് അധികൃതർ കുട്ടിയുടെ ശരീര സ്രവങ്ങൾ വിശദമായി പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തെ സ്റ്റേറ്റ് പബ്ലിക് ലബോറട്ടറിയിലേക്ക് അയച്ചു. പരിശോധനാ ഫലം പുറത്തു വന്നതോടെയാണ് പേവിഷബാധയാണെന്ന് സ്ഥിരീകരിച്ചത്. വീടിന്റെ പരിസരത്ത് പൂച്ചകളുമായി കുട്ടികൾ കളിക്കാറുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മൃഗങ്ങളിൽ നിന്ന് എപ്പോഴാണ് രോഗബാധയേറ്റ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ മൃഗസംരക്ഷണ വകുപ്പിന് ആരോഗ്യവകുപ്പ് കത്ത് നൽകി. പാലപ്പിള്ളിയിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ പുലി ഇറങ്ങി. പശുക്കുട്ടിയെയും വളർത്തുനായെയും കടിച്ചു കൊന്നു. തോട്ടം തൊഴിലാളിയായ കണ്ണാടിക്കുന്നത്ത് ആലിയുടെ പശുക്കുട്ടിയും നായയുമാണ് ചത്തത്. ബുധനാഴ്ച പുലർച്ചെയാണ് സംഭവം. പാടിയോട് ചേർന്ന് കെട്ടിയിട്ട പശുക്കുട്ടിയുടെ ശരീരഭാഗങ്ങൾ ഭക്ഷിച്ച നിലയിലാണ്. തൊട്ടടുത്ത പറമ്പിൽ ചങ്ങലയിൽ പൂട്ടിയിട്ട നായയെയും പുലി ആക്രമിച്ചു കൊന്നു. പാടിയിലെ മറ്റ് താമസക്കാർ രാവിലെ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ഇവയെ ചത്ത നിലയിൽ കണ്ടത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ വലിയ വിളക്ക് ആഘോഷിച്ചു. രാവിലെ നടന്ന ശീവേലിക്ക് കൊമ്പൻ പല്ലാട്ട് ബ്രഹ്മനാഥൻ സംഗമേശന്റെ തിടമ്പേറ്റി. 17 ഗജ വീരന്മാർ എഴുന്നള്ളിപ്പിൽ അണിനിരുന്നു. തിരുവമ്പാട് ചന്ദ്രശേഖരനും ബാസ്റ്റിൻ വിജയസുന്ദറും കൂട്ടാനകളായി. ശീവേലിക്ക് പെരുവനം സതീശൻ നേതൃത്വത്തിൽ 100ഓളം കലാകാരന്മാരെ അണിനിരത്തി പഞ്ചാരിമേളം അരങ്ങേറി. വ്യാഴാഴ്ച ക്ഷേത്രത്തിലെ പള്ളിവേട്ട ആഘോഷിക്കും. വെള്ളിയാഴ്ച കൂടപ്പുഴയിൽ നടക്കുന്ന ആറാട്ടോടി ഉത്സവത്തിന് സമാപനമാകും. കുന്നംകുളം ഇട്ടിമാണി കല്യാണ മണ്ഡപത്തിനു സമീപം വെച്ച് യുവാവിനെയും 3 വയസ്സുകാരനായ മകനെയും ക്രൂരമായി മർദ്ദിച്ച കേസിലെ പ്രതികളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കുറുക്കൻപാറ സ്വദേശികളായ അഖിൽ, ഷനിൽ, സുദീപ് എന്നിവരെയാണ് കുന്നംകുളം പോലീസ് പിടികൂടിയത്. ആർത്താറ്റ് സ്വദേശി സുധീർ മകൻ സയാൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം. കുഞ്ഞിനെ കയ്യിലെടുത്ത് പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു പോകുന്ന സുധീറിനെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു.
ആക്രമണത്തിനിടെ നിലത്ത് വീണ 3 വയസ്സുകാരനെ പ്രതികളിൽ ഒരാളായ ഷനിൽ കാലുകൊണ്ട് ചവിട്ടിയതായും ഹെൽമറ്റ് ഉപയോഗിച്ച് സുധീറിനെ തലക്കടിച്ചതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സുധീറും 3-ാം പ്രതി സുദീപും തമ്മിലുണ്ടായിരുന്ന വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പ്രതികൾക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ബംഗളൂരുവിൽ തൃശൂർ വാടാനപ്പള്ളി സ്വദേശിനി മർദ്ദനമേറ്റ് മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പ്രതി ദീപക് കൃഷ്ണൻ സ്ഥിരം പ്രശ്നക്കാരനാണെന്ന് പോലീസ് പറഞ്ഞു. ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 2024 ഒക്ടോബറിൽ കൊച്ചിയിലെ മൃഗാശുപത്രിയിൽ ആക്രമണം നടത്തിയതിനും മൃഗഡോക്ടറെ മർദ്ദിച്ചതിനും ദീപക് കൃഷ്ണനെതിരെ കേസുണ്ട്. കൊക്കൈൻ കൈവശം വെച്ചതിനും അറസ്റ്റിലായിട്ടുണ്ട്. കൊല്ലം സ്വദേശിയായ ദീപക് കൃഷ്ണൻ ദുബായിൽ IT ഉദ്യോഗസ്ഥനായിരുന്നു. സഹപ്രവർത്തകരിൽ നിന്ന് 3 കോടി തട്ടിയതിന് ദുബായിൽ ജയിലിലായിരുന്നു. ജാമ്യത്തിലിറങ്ങി വ്യാജ പാസ്പോർട്ടിൽ ഇന്ത്യയിലേക്ക് കടന്നു. ദീർഘകാലമായി ബാംഗ്ലൂരിലാണ്. നായ വളർത്തലായിരുന്നു വിനോദം. ഇയാൾ നടത്തുന്ന തെരുവ് നായ്ക്കളെ പാർപ്പിക്കുന്ന കേന്ദ്രത്തിൽ ജോലിക്കെത്തിയതായിരുന്നു വാടാനപ്പള്ളി സ്വദേശിനി. ദീപക് കൃഷ്ണയുടെ മോശം പെരുമാറ്റം സഹിക്കാൻ വയ്യാതെ ജോലി മതിയാക്കി നാട്ടിലേക്ക് മടങ്ങാൻ യുവതിയും കൂടെയുള്ളവരും തീരുമാനിച്ചതാണ് പ്രതിയുടെ പ്രകോപനത്തിന് കാരണമെന്നാണ് സൂചന. യുവതിയെ താൻ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും അവൾ ചത്തുകഴിഞ്ഞാൽ ബാക്കി കാര്യം നോക്കാമെന്നും പറയുന്ന ദീപക് കൃഷ്ണയയച്ച ഭീഷണി സന്ദേശം യുവതിയുടെ ഭർത്താവ് പോലീസിന് കൈമാറിയിട്ടുണ്ട്. യുവതി ലൈംഗികാതിക്രമത്തിന് ഇരയായെന്നും പോലീസ് FIR-ൽ പറയുന്നു. ദീപക് കൃഷ്ണന്റെ മർദ്ദനത്തെ തുടർന്ന് അബോധാവസ്ഥയിലായ യുവതിയെ ബാംഗ്ലൂരിൽ നിന്ന് വെന്റിലേറ്റർ സംവിധാനമുള്ള ആംബുലൻസിൽ തൃശൂരിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. യുവതിയുടെ ഭർത്താവിന്റെ പരാതിയിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. അഴീക്കോട് സുനാമി കോളനിക്ക് സമീപം ബീച്ചിൽ കണ്ട അജ്ഞാത മൃതദേഹം തിരിച്ചറിഞ്ഞു. പടിഞ്ഞാറെ വെമ്പല്ലൂർ വെണ്ണറപ്പറമ്പിൽ പ്രകാശന്റെ മകൻ 42 വയസ്സുള്ള ദർശനാണ് മരിച്ചതെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. ചൊവ്വാഴ്ച വൈകിട്ട് സിനിമയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതിപ്പെടാൻ ഒരുങ്ങുന്നതിനിടയിലാണ് മരിച്ചതായുള്ള വിവരം അറിഞ്ഞത്. ബുധനാഴ്ച രാവിലെ 6:30യോടെയാണ് കടലിലൂടെ ഒഴുകി വന്ന നിലയിൽ നാട്ടുകാർ മൃതദേഹം കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. കൊടുങ്ങല്ലൂരിൽ ബസ് കാത്തുനിന്ന യുവാവിനെ സമയം ചോദിച്ചെത്തിയയാൾ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു. ശ്രീനാരായണപുരം പുതുമനപ്പറമ്പ് സ്വദേശി ചിറ്റാപ്പുറത്ത് വിഷ്ണുപ്രസാദിനെയാണ് മൂർച്ചയുള്ള ആയുധം കൊണ്ട് ആക്രമിച്ചത്. കഴുത്തിന് പരിക്കേറ്റ വിഷ്ണുപ്രസാദിനെ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് ചന്തപുര മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു സംഭവം. ബസ് കാത്തു നിൽക്കുന്നതിനിടെ അപരിചിതൻ സമയം ചോദിക്കുകയും വാച്ചും മൊബൈൽ ഫോണും ഇല്ലാത്തതിനാൽ സമയം അറിയില്ലെന്ന് പറഞ്ഞതിനാൽ തന്നെ കയ്യിലുണ്ടായിരുന്ന ആയുധം കൊണ്ട് ആക്രമിക്കുകയായിരുന്നുവെന്ന് വിഷ്ണുപ്രസാദ് പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബംഗളൂരുവിൽ ക്രൂരമർദ്ദനത്തിനിരയായി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന തളിക്കുളം സ്വദേശിനി മരിച്ചു. നാട്ടികയിൽ 6.5 കിലോ കഞ്ചാവും മാരകായുധങ്ങളും പിടികൂടിയ കേസിൽ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തു. നാട്ടിക മണ്ഡലം LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് LDF പ്രവർത്തകർ തൃപ്പയാറിൽ പ്രകടനം നടത്തി. സംസ്ഥാനത്തെ UDF-ന്റെ ചരിത്ര വിജയത്തിൽ ആഹ്ലാദം പങ്കുവച്ച് UDF ചാഴൂർ പഞ്ചായത്ത് കമ്മിറ്റി ആഹ്ലാദ പ്രകടനം നടത്തി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.